അവനെ അങ്ങ് വളഞ്ഞു. അല്ല, ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയും പോലെ അങ്ങ് പൊതിഞ്ഞു. അതോടെ ചിലരുടെയൊക്കെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർക്കുകയും ചെയ്തു. കാരണവന്മാർക്കാണ് പയ്യനെ കൊണ്ടുള്ള ഉദ്ഘാടനം തീരെ പിടിക്കാത്തത്. മുലകുടി മാറാത്ത ഇള്ളാപ്പിള്ളകളെ കൊണ്ട് ഉദ്ഘാടിപ്പിക്കാനായിരുന്നേൽ പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വെറുതെ വിളിച്ചു വരുത്തുന്നത് എന്തിനെന്നൊരു കൂട്ടർ. കാട്ടിൻ പ്രഭുക്കളെ കണ്ടാലറിയാത്ത നാട്ടിൽ കിടക്കുന്ന മൂഢക്കുരങ്ങുകളെന്ന് സംഘാടകരെ നോക്കി മറ്റൊരുത്തൻ. എന്തിനധികം പറയുന്നു, നെല്ലിക്കാ ചാക്കിന്റെ കെട്ടഴിഞ്ഞതുപോലെ ആകെ മൊത്തം പരാതി. വിശ്വാസം പിൻവലിച്ച് ഇപ്പോഴേ ബോയ്ക്കോട്ട് അടിക്കാമെന്ന് ഒരു കൂട്ടർ. പിന്തുണ പിൻവലിച്ചാലും ശരി, ആനയൂട്ടെന്ന വോട്ടെടുപ്പ് കഴിയും വരെ നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങില്ലെന്ന് ചില കാരണവന്മാർ. ഇനിയിപ്പോ സീനിയർ കക്ഷികളുടെ പ്രതിഷേധം അറിയിച്ച് എതിർത്ത് വോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ 4 ചോറ് ഉരുളയ്ക്കും 2 കരിമ്പിൻ തുണ്ടിനും വേണ്ടി എത്ര പേർ മറുകണ്ഠം ചാടില്ലെന്ന് ആർക്കറിയാം. അതിനാൽ തൽക്കാലം ദേഷ്യമെല്ലാം കടിച്ചമർത്തി ഉള്ളതും മേടിച്ചു തിന്ന് MLA-മാരുടെ അലവൻസും ബത്തയും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ ഊട്ട് കഴിയുന്നത്ര മൃഷ്ടാന്നമാക്കാനും തൽക്കാലം കുറ്റിമുക്ക് കണ്ണനെ കണ്ടാൽ കണ്ടമട്ട് കാട്ടേണ്ട എന്നൊരു പ്രമേയം പാസാക്കി അങ്ങ് പിരിയാനും അവർ തീരുമാനിച്ചു. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം ഊട്ട്. ബി പ്രാക്ടിക്കൽ. നാടോടുമ്പോൾ 4 മുഴം മുമ്പേ ഓടുക. അതല്ലേ അതിന്റെ ശരി. ഇത്തവണത്തെ ആനയൂട്ടിന് നമുക്ക് സാധാരണ ഒരു വഴിപാടെന്നുള്ള നിലയ്ക്കാണല്ലോ. വഴിപാടായിട്ട് നടത്തുമ്പോൾ തന്നെ ആനക്കാർക്ക് ഇത്തവണ എന്തെങ്കിലും പ്രത്യേകത ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പാരിതോഷികം, അങ്ങനെ ഒരു ആനയ്ക്കൊക്കെ ദക്ഷിണ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആൾക്കാർക്ക്? അതുപോലെ ചെറിയ കാശ് എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള എഴുന്നള്ളിപ്പുകൾക്ക് പോയി ചടങ്ങിന് തരുന്ന രീതി അല്ല. ഇതിപ്പോ ആനക്കാരും ചോദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പൊതുവെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തന്നെ. അകലം എന്ന് പറയുന്ന ആനകൾക്ക് അല്പം നീലൊക്കെ 100 രൂപ കൂടുതൽ കൊടുക്കും. ചിലവർക്ക് 500 കൊടുക്കുന്നുണ്ട്. ചില അകലം എന്ന് പറയുന്ന പാലക്കാട്, കൊല്ലം, കോട്ടയത്തൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരു 1000, 800 അങ്ങനെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ചെയ്യാറുണ്ട്. അതിപ്പോ ഞങ്ങൾക്ക് ആർക്കും ഉപദേശമില്ല ഇന്ന് വരെ. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആനക്കമ്പം വർദ്ധിച്ചു വരുവാണോ കുറഞ്ഞിരിക്കുവാണോ? ശരിക്കും നമ്മൾ ഈ ആനകളോട് നമുക്ക് കമ്പം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾ ആനയെ സ്നേഹിക്കുന്നുണ്ടോ? അല്ല, ആ കമ്പം ആനകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു സ്നേഹം തന്നെ ആയിരിക്കും നമ്മൾ അവരെ കാണിക്കുന്നത്. ഈ നമ്മളെ ഇത്രയും കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവി, അതിനെ നമ്മൾ ചങ്ങലയിൽ കെട്ടിപ്പൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. മണിക്കൂറുകളോളം നമ്മൾ നെറ്റിപ്പട്ടം കെട്ടിച്ചൊരിടത്ത് തന്നെ വിലങ്ങിട്ടതുപോലെ തന്നെ നിർത്തുന്നു. തല താത്താനും വയ്യാനും കൊമ്പും ഒക്കെ പിടിക്കുന്നു. ഇതൊക്കെ ഒരു പോലത്തെ ഒരു പരിസ്ഥിതി പ്രേമികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്നേഹമായിരിക്കുമോ? അപ്പൊ നമ്മൾ ഈ ആനപ്രേമികൾ എന്ന് പറയുന്നവർ ഈ എഴുന്നള്ളിപ്പിന് ദൈർഘ്യം കുറയ്ക്കാനോ അതിനൊക്കെ കാര്യമായിട്ടൊന്നും ഇടപെടേണ്ട സമയം അതിക്രമിച്ചിട്ടില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ ഉത്സവത്തിനെതിരായിട്ടുള്ളവരാണ്. ഉത്സവത്തിനെതിരായിട്ട് ആനകളെ മാക്സിമം പീഡിപ്പിക്കാൻ അവരാണ് പീഡിപ്പിക്കുന്നത്. സത്യം പറഞ്ഞു. ആനകൾ തന്നെ വേണം. ആന ഇല്ലാണ്ട് കാര്യം നടക്കില്ലെന്ന് പറയുമ്പോ നമ്മളെ ബാക്കി പണ്ട് ആനയെ കൊണ്ട് നടത്തിയിരുന്ന തടിപിടിക്കൽ വേറെ ഇതുവഴി അങ്ങനെ ഉത്സവത്തിന് പൂജാരി ബൈക്കിലേക്ക് വരും. ബൈക്കിലാണ് ഇപ്പൊ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പൊ ഈ ആന തന്നെ വേണം നമ്മൾ ഇടം പിടിക്കുന്നത്. അതെ, കാലത്തിനനുസരിച്ച് കോലം മാറുമ്പോ ആനയ്ക്ക് വരും. ഇവിടെ ഒരു തമാശ കൂടി പറയാം. ഗുരുവായൂർ അമ്പലത്തില് ഓരോ കാര്യങ്ങൾക്ക് റേറ്റ് കൂട്ടി കഴിഞ്ഞപ്പോൾ റേറ്റ് കുറയാവുന്ന ഒരു വഴിയുണ്ട്. ഗുരുവായൂർ സത്യസന്ധമായ പൂജ നടക്കും. നമുക്ക് യാന്ത്രിക മനുഷ്യനെ കൊണ്ട് പൂജിപ്പിക്കാം. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കലും നറുക്കിടലും കാശ് കിട്ടലും ഇതെല്ലാം ഒഴിവാകും. അത് വേണ്ട, പഴയ മതി തന്നെ പോയാൽ പഴയ വഴി പോയാൽ മതി. അതുകൊണ്ടാണ് എഴുന്നള്ളിക്കാനും താല്പര്യം. പക്ഷേ ആർക്കൊക്കെ അസൂയയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, കുഞ്ഞു കണ്ണന് കരഗതമാകുന്ന ഈ പ്രശസ്തിയെക്കുറിച്ച് ഓർത്ത് ഉള്ളിന്റെ ഉള്ളിൽ നുരഞ്ഞു പൊന്നുന്ന ആഹ്ലാദവും അഭിമാനവുമായി ഒരാൾ ഇക്കൂട്ടത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതെ, അതവൻ തന്നെ, ചിറയ്ക്കൽ മഹാദേവൻ എന്ന ചുളൻ തമ്പുരാൻ. കുറ്റിമുക്ക് കണ്ണനും അവന്റെ അമ്മയും ആൻഡമാനിൽ നിന്ന് എത്തിയവരാണെങ്കിൽ ഈ ചിറയ്ക്കൽ മഹാദേവൻ വന്നെത്തിയതും അവിടുന്ന് തന്നെയാണ്. ആൻഡമാനിൽ നിന്നും മലയാള ഭൂമിയിലേക്കുള്ള ആ വരവിൽ തന്നെ ഒരു മകന്റെ കയ്യും പിടിച്ചാണ് അവൻ കപ്പലിറങ്ങിയത്. ഏതൊരു പെൺകിടാത്തിയെയും ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കറക്കി കുപ്പിയിലാക്കി സീല് വയ്ക്കാൻ പോന്ന മഹാദേവൻ എന്ന കോടക്കാർ വർണ്ണന്റെ കയ്യിലിരിപ്പിനെ കുറിച്ച് അറിയാവുന്നവരാരും മഹാദേവ കാമദേവന് അവിടെ 1 അല്ല 9 മക്കളുണ്ടെന്ന് പറഞ്ഞാലും അവിശ്വസിക്കില്ല. അങ്ങനെയായിരുന്നു
അവിടെ 10-12 ലലനാമണികൾക്കിടയിൽ നിന്നുള്ള അവന്റെ വിളയാട്ടങ്ങൾ. 2002 മധ്യത്തിലാണ് മഹാദേവൻ കേരളത്തിലെത്തിയത്. കണ്ണനും അവന്റെ അമ്മയും ഇവിടെ എത്തുന്നത് 2004-ലും. അവരുടെ ആ പ്രസവവും 2004-ൽ തന്നെയായിരുന്നു. ആനകളുടെ ഗർഭകാലം ഏതാണ്ട് 22 മുതൽ 24 മാസം വരെ എന്ന കണക്കുകൾ വിലയിരുത്തിയാൽ ഒന്നുറപ്പിക്കണം. ദ്വീപിൽ നിന്ന് കപ്പലേറും മുമ്പ് മഹാദേവൻ നടപ്പിലാക്കിയ ഊർജിത കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുടെ ശിഷ്ടപാത്രമാണ് ഇന്നത്തെ ഈ കുറ്റിമുക്ക് കണ്ണൻ. കണ്ണനും അവന്റെ അമ്മയ്ക്കുമൊപ്പം ആൻഡമാനിൽ നിന്നും എത്തിയ പാപ്പാന്മാരാണ് കുഞ്ഞിപ്പൈതലിന്റെ അച്ഛൻ മറ്റാരുമല്ല, കാലേകൂട്ടി തന്നെ കപ്പലേറി നാടുവിട്ട മഹാദേവനാണെന്നുള്ള രഹസ്യം ആനക്കേരളത്തിൽ ആദ്യമായി വിളംബരം ചെയ്തത്. 1.5 വർഷം മുമ്പ് തൃശൂർ തേക്കൻകാട് മൈതാനത്ത് നടന്ന ഗജസംഗമ വേളയിൽ അന്ന് പെരിഞ്ഞനം ബാലൻ എന്ന ആന ഉടമയുടെ സ്വന്തമായിരുന്ന അമ്മയും കണ്ണനും അവിടെ എത്തിയപ്പോൾ അവന്റെ അറിയപ്പെടാത്ത അച്ഛനും സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന അപൂർവ വിശേഷം അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ആ കൗതുകത്തിൽ അവരെ ഒന്ന് സംഘടിപ്പിക്കുവാനും ഒരു ഫാമിലി ആൽബം ഒരുക്കുവാനും ഞങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നേക്കുമായി തന്നെ പിരിഞ്ഞുവെന്ന് വിശ്വസിച്ചിരുന്ന പ്രാണേശ്വരനെ തീർത്തും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയപ്പോൾ പ്രാണനാഥൻ തനിക്ക് സമ്മാനിച്ച പരമാനന്ദ പൊരുളിനെ ആ കാലടിച്ചോട്ടിലേക്ക് ചേർത്ത് നിർത്തി, മോനെ അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിക്ക് എന്ന് പറഞ്ഞ് നമ്രശിരസ്കയായി നിൽക്കുമ്പോൾ എന്തായിരുന്നിരിക്കാം ആ അമ്മ മനസ്സിന്റെ ചേതോവികാരങ്ങൾ. പക്ഷേ കാലം ഇതിനകം പലതും മാറ്റിമറിച്ചിരിക്കുന്നു. ഗജസംഗമത്തിന് ശേഷമുള്ള കാലയളവിന്റെ ചുറ്റിത്തിരിയലിനിടയിൽ കണ്ണൻ അമ്മയെ പിരിഞ്ഞു കഴിഞ്ഞു. 2 കോണിലാണെങ്കിൽ കൂടി അച്ഛനും മോനും ഈ പൂരനഗരിയിൽ തന്നെ ഉണ്ടല്ലോ എന്നത് അവർക്കിത്തിരി ആശ്വാസം. അതെ, ആനയൂട്ടുകൾ വല്ലപ്പോഴുമെങ്കിലും ഇത്തരം കൂടിച്ചേരലുകൾക്കും ഓർമ്മ പുതുക്കലുകൾക്കുമുള്ള അവസരങ്ങളും ആകാറുണ്ട്, ആവുകയും വേണം. ചില പ്രമുഖ ആനകൾ വരാതില്ലേ? അല്ല, അത് അങ്ങനെ എന്തെങ്കിലും നമ്മള് മതപ്പാടുള്ളതോ അങ്ങനെയുള്ള ഉള്ളതോ ക്ഷീണമുള്ളതോ പങ്കെടുപ്പിക്കേണ്ടെന്ന് അങ്ങോട്ട് പറയാറുണ്ട്. ഒരാൾ ഞങ്ങൾ ആ വക രീതിയിൽ നിർബന്ധിച്ച് കൊണ്ടുവരാറില്ല. ദൂര സ്ഥലങ്ങൾ ഇപ്പൊ പാലക്കാട് ഭാഗത്തുനിന്നൊക്കെ ഇത്തവണ പാലക്കാട് ഭാഗത്തുനിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ട്. പിന്നെ ലോറി സൗകര്യമൊക്കെ ചിലർ ചോദിക്കുന്നത്, നമ്മളിതിൽ യാതൊരുവിധ പ്രതിഫലം ഇതിൽ കൊടുക്കുന്നില്ല. ആനക്കാർക്ക് ബേറ്റാന്നുള്ള രീതിയിൽ കൊടുക്കുള്ളൂ. ആരും അല്ലെങ്കിൽ കൂടുതൽ ആനകൾ ഇതിനും ഇതൊരു ഏക്കം കൊടുത്ത് കൊണ്ടുവരുന്ന പരിപാടി, ഒരു ഭക്തിനിർഭരമായ ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ പറയാനും പറ്റും. എത്തിക്കഴിഞ്ഞ് മാത്രമേ നമുക്ക് എത്തുന്ന ആനകളെ അതിന്റെ സുരക്ഷിതത്വ കാര്യങ്ങൾ എടുത്ത് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ഏകദേശം എത്ര ഫണ്ട് നിങ്ങൾക്ക് ഇതിന് ഒരു ആനയൂട്ട് നടത്തിയെടുക്കാനായിട്ട് ഏകദേശം എത്ര? 3 ലക്ഷം രൂപ വരുന്നുണ്ട് ഈ ഒരു ആനയൂട്ടിന്. ഇന്നത്തെ ഒരു ചടങ്ങിന് വേണ്ടി 3 ലക്ഷം വരുന്നുണ്ട്. അതെല്ലാം പല സ്പോൺസേഴ്സും ആളുകളുടെ സംഭാവന അതൊക്കെ തന്നെ. വരും വർഷങ്ങളിൽ ഇത് ഭംഗിയായിട്ട് തന്നെ നടക്കുന്നതിന് അനുഗ്രഹം കൊണ്ട് ഇതൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പങ്കെടുക്കുന്ന ആനകൾക്കെല്ലാം മൈക്രോ ചിപ്പ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നും അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുമുള്ള കർശന നിലപാടിലായിരുന്നു വനം വകുപ്പ്. മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാത്തവരെയും വേണ്ടപ്പെട്ടവർ ഇടപെട്ട് വടക്കുന്നാഥന്റെ മതിലകമെന്ന സദ്യാലയത്തിലേക്ക് കടത്തിവിട്ടെങ്കിലും അവസാനം ഒരാൾ മാത്രം ബാക്കിയായി. ദക്ഷ പ്രജാപതിയുടെ യാഗത്തിന് സ്വന്തം പുത്രിയായിരുന്നിട്ട് കൂടി ക്ഷണിക്കപ്പെടാതെ കടന്നു ചെന്നതിനായിരുന്നു സതി അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇവിടെ ഇതാ ക്ഷണിച്ചു വരുത്തപ്പെട്ടിട്ടും മൈക്രോ ചിപ്പ് ഇല്ലെന്ന ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ വനം വകുപ്പ് എന്ന റഫറിയുടെ കടുംപിടുത്തത്തിനുമേൽ ചുവപ്പ് കാർഡ് കണ്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ട് അന്യനെ പോലെ ഒരാനപ്പിറന്നു. മറ്റുള്ളവരെയെല്ലാം അകത്തിരുത്തി ഊട്ടിയപ്പോൾ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഈ ഉള്ളവന് സംഘാടകർ അവസാനം